ഇപ്പോൾ നിലവിൽ നമ്മളൊരു പമ്പ് ഓണാക്കിയിട്ടില്ല. ഞാനൊരു പമ്പ് ഇവിടെ ഓണാക്കുവാണ്. ഒരു പമ്പ് ഓണാക്കിയപ്പോൾ 8.15 ആംപിയർ കാണിച്ചു. ഇനി സെയിം ആയിട്ടുള്ള മറ്റൊരു പമ്പ് കൂടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. $16 ആംപിയർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പമ്പ് ഒന്ന് കട്ട് ഓഫ് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മച്ചാമാരെ, എവർക്കും ഉണ്ണിസ്റ്റechvlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈവ് ഒക്കെ കഴിഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലൈവിന് ശേഷമാണ് പലരും കമൻസ് ഒക്കെ ആയിട്ട് വന്നത്. എന്തായാലും സന്തോഷമുണ്ട് ഒത്തിരി പേര് നമ്മുടെ ലൈവിൽ പങ്കെടുത്തതിൽ. അപ്പോൾ അതേപോലെ തന്നെ പങ്കെടുക്കാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് അടുത്ത ലൈവിൽ നമുക്ക് തീർച്ചയായിട്ടും നേരിട്ട് കണ്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ പറയുന്നത് നമ്മുടെ ഒരു മൾട്ടി ഫംഗ്ഷൻ മീറ്റർ, അതായത് നമ്മുടെ വോൾട്ടേജ്, സിംഗിൾ ഫേസ് വോൾട്ടേജ്, അതേപോലെ തന്നെ 3 ഫേസ് വോൾട്ടേജ്, നമ്മുടെ ഫ്രീക്വൻസി, അതേപോലെ തന്നെ കറണ്ട്, സിംഗിൾ ഫേസിലെ കറണ്ട്, അതേപോലെ തന്നെ 3 ഫേസിലെ കറണ്ടും അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൾട്ടി ഫംഗ്ഷൻ മീറ്ററിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് 1300 എന്ന് പറയുന്ന മോഡലാണ്. എൽമെഷർ എന്ന് പറയുന്ന കമ്പനിയുടെ 1300 എന്ന മോഡലാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയി നോക്കിയാൽ ഡീറ്റെയിൽ അറിയാമുള്ളൂ. 1300 ആണ്. അപ്പോൾ എന്തായാലും എല്ലാറ്റിയുടെയും പല കമ്പനികളുടെയൊക്കെ സെറ്റിംഗ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ പാസ്വേഡ് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ മീറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത പലരുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങൾ വരിക എന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. പുതിയതായിട്ട് ഒരു മീറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ അതിൻ്റെ വയറിങ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ അതിൻ്റെ CT റേഷ്യോ സെറ്റിംഗ് ആണ്. ഈ CT റേഷ്യോ മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റീഡിങ്സിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ വോൾട്ടേജ് സെറ്റിംഗ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിട്ടുന്ന റീഡിങ്സിലും വ്യതിയാനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സെറ്റിംഗ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ എൽമെഷറിൻ്റെ ബ്രാൻഡ് മാത്രം നിങ്ങൾ നോക്കണ്ട, ബാക്കി ഒട്ടുമിക്ക ബ്രാൻഡിലും സെറ്റിംഗ്, CT റേഷ്യോ സെറ്റിംഗ്, അതേപോലെ തന്നെ വോൾട്ടേജ് സെറ്റിംഗ് റേഷ്യോ എല്ലാം സെയിം ആണ്. അതായത് ഇതിന് പറയുന്ന പാരാമീറ്റർ എല്ലാം സെയിം ആയിട്ട് തന്നെ വരിക. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇതിൽ കൊടുക്കുന്ന കോഡുകൾ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ ഇത് സെറ്റിംഗ് എല്ലാം മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഒരു വരവില്ല, നമുക്ക് അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക് പരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് മച്ചാമാരെ, ആദ്യമായിട്ട് നമുക്ക് എൽമെഷറിൻ്റെ മൾട്ടി ഫംഗ്ഷൻ മീറ്ററാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ആംപിയർ റീഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിലവിൽ പമ്പൊന്നും ഓണാകാത്തോണ്ടിട്ടാണ് ആംപിയർ റീഡിംഗ് വരാത്തത്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഇതിൻ്റെ മീറ്റർ സെറ്റിങ്ങിലുണ്ട്. ആ പ്രശ്നം നമുക്ക് എങ്ങനെ മാറ്റാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ എൽമെഷറിൻ്റെ OM1300 എന്ന് പറയുന്ന മീറ്റർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിലാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സിംഗിൾ ഫേസ് ലൈൻ വോൾട്ടേജ് ആണ്. എത്ര ലൈൻ വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ആ സെറ്റിംഗ് കറക്റ്റാണ്. നിലവിൽ 245.2 വോൾട്ട്, അതേപോലെ തന്നെ വൈ ഫേസിൽ 244 വോൾട്ട്, ബ്ലൂ ഫേസിൽ 245 വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 ഫേസിലേക്കുള്ള റീഡിംഗ് വരും. 6 ഫേസിൽ 421 വോൾട്ട്, അതേപോലെ തന്നെ 424 വോൾട്ട്, 426 വോൾട്ട് റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തൊന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് വോൾട്ടേജ് 245 വോൾട്ട്, അതേപോലെ തന്നെ ആംപിയർ റീഡിങ്, ഫ്രീക്വൻസി എത്ര ഫ്രീക്വൻസിയാണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആംപിയർ റേറ്റിംഗ് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ പമ്പുകളൊന്നും ഓണല്ല, അതുകൊണ്ടാണ് ആംപിയർ കാണിക്കാത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്ങിലേക്ക് നടക്കാം. അപ്പോൾ ഇതിൽ വരുമ്പോൾ 440 വോൾട്ടിൻ്റെ സെറ്റിംഗാണ് വരുന്നത്. 424 വോൾട്ട്, ആംപിയർ റേറ്റിംഗ് ഒന്നുമില്ല, ഫ്രീക്വൻസി 50 തന്നെ വരുന്നത്. ഇപ്പോൾ ആംപിയർ 0 ആണ് കാണുന്നത്. നിലവിൽ ഞാനിവിടെ പമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിലവിൽ ആംപിയർ വരുന്നുണ്ട്. 3 ഫേസിലുമുള്ള ആംപിയർ സെക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 0.420 റേഞ്ചിലാണ് ഇവിടെ ആംപിയർ കാണിക്കുന്നത്. നമുക്ക് ആ ഒരു റേഞ്ച് അല്ല കിട്ടേണ്ടത്. കറക്റ്റ് പമ്പിൻ്റെ ആംപിയർ അല്ല ഇവിടെ നിലവിൽ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ CT റേഷ്യോ സെറ്റിംഗ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ ആംപിയർ റേറ്റിംഗ് വ്യത്യാസമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ CTയുടെ കറക്റ്റ് വാല്യൂ നമ്മളിവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എത്ര ആംപിയർ ആണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അതിന് മുന്നോട്ടായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ സെറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ പമ്പ് എന്തായാലും ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ മീറ്ററിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡിലെ കണക്ഷൻ ടെർമിനൽസിൻ്റെ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നിലവിൽ ഇവിടെ ഓക്സിലറി സപ്ലൈ എന്ന് കാണിച്ചിട്ടുണ്ട്. AUX എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ടെർമിനൽസ് ആണ് ഈ വരുന്ന രണ്ടെണ്ണം. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു N-ഉം ഇവിടെ ഒരു R-ഉം നമുക്കിവിടെ കാണാം. അതായത് ഇതൊരു സിംഗിൾ ഫേസ് സപ്ലൈ ആണ്. ഇത് ന്യൂട്രലും ഇത് റെഡ് ഫേസും വരുന്നതാണ്. അതായത് ഈ യൂണിറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടെർമിനൽസ് ഇവിടെ ഉള്ളത്. ഈ ന്യൂട്രലും ഈ റെഡ് ഫേസും. ഇതിലേക്ക് 230 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി അതേപോലെ തന്നെ ഇപ്പർ സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പർ സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ സൈഡിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ന്യൂട്രൽ കാണാം. അതേപോലെ തന്നെ വോൾട്ടേജ് സെക്ഷൻ ഇതിൽ ബ്ലൂ ഫേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ യെല്ലോ ഫേസ്, റെഡ് ഫേസ്, റെഡ് ഫേസ്. അതായത് ഈ റെഡ് ഫേസിൽ നിന്ന് ലൂപ്പ് അടിച്ചേക്കാൻ നമുക്ക് മനസ്സിലാവും. അതായത് റെഡിൽ 2 വയറുകൾ കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഇപ്പുറത്തേക്കാണ് ഈ ഓക്സിലറി സപ്ലൈക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അതായത് ഈ റെഡ് ഫേസ് തന്നെ ലൂപ്പ് ചെയ്താണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ന്യൂട്രലിലും 2 വയറുള്ളത് നമുക്ക് കാണാം. ഈ ന്യൂട്രലിൽ നിന്ന് തന്നെയാണ് ഈ വയർ ലൂപ്പ് ചെയ്ത് ഇവിടെ ഈ ന്യൂട്രലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മേളിലേക്ക് വരുന്നത് ആദ്യത്തേത് ന്യൂട്രൽ, രണ്ടാമത്തേത് ബ്ലൂ ഫേസ്, അത് കഴിഞ്ഞ് യെല്ലോ ഫേസ്, അത് കഴിഞ്ഞ് റെഡ് ഫേസ്. ഇനി വരുന്ന ടെർമിനൽസ് ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ സൈഡിൽ അതിൻ്റെ മാർക്കിംഗ് കൃത്യമായിട്ടുണ്ടാകും. അത് നോക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്താലും മതി. ഇവിടെ ബ്ലൂ ഫേസിൽ S1 S2 എന്ന് പറയുന്ന ടെർമിനൽസ് രണ്ടെണ്ണം വരുന്നത്. അതായത് ഇത് ഈ AB1 AB2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ AB1 AB2 എന്ന് പറയുന്നത് ബ്ലൂ ഫേസിന്റെ CT കോയിലിൽ നിന്ന് വരുന്ന സപ്ലൈ ആണ്. ബ്ലൂ ഫേസിൽ ഇട്ടിട്ടുള്ള CT കോയിലിൽ നിന്നുള്ള കണക്ഷൻസ് ആണ് ഈ A1 AB1 AB2 എന്നുള്ള ടെർമിനൽസിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ യെല്ലോ ഫേസിൽ നിന്നുള്ള CTയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് AY1 AY2 എന്നുള്ള കേബിൾസ്. അതേപോലെ തന്നെ റെഡ് ഫേസിലെ CTയിൽ നിന്ന് വരുന്ന കണക്ഷൻസ് ആണ് ഇതാ ഇവിടെ AR വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ AR2 വന്നിട്ടുള്ളത്. ഓക്കെ, AR1ഉം AR2. അതായത് CTയിൽ നിന്നുള്ള റെഡ് ഫേസ് R1ഉം CTയിൽ നിന്നുള്ള റെഡ് ഫേസ് R2, അതേപോലെ തന്നെ CTയിൽ നിന്നുള്ള റെഡ് ഫേസ് Y ഫേസ് 1ഉം Y ഫേസ് 2. ഇവിടെ ബ്ലൂ ഫേസ് CTയിൽ നിന്നുള്ള ബ്ലൂ ഫേസ് 1, ബ്ലൂ ഫേസ് 2 ആയിട്ടുള്ള കണക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് S1 S2, ഇവിടുത്തെ യെല്ലോ ഫേസിന്റെ S1 S2, ഇവിടെ റെഡ് ഫേസിന്റെ S1 S2. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മീറ്ററിന്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് CTയിലേക്ക് നോക്കാം. CTയിൽ എന്താണ് അതിന്റെ സെറ്റിംഗ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്, അവിടെ നിന്ന് കേബിൾസ് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് ആ CTയുടെ കണക്ഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ CT വന്നിട്ടുള്ളത്. ഇവിടെ റെഡ് കേബിൾ പോയിട്ടുള്ളത് കാണാം. അതേപോലെ തന്നെ യെല്ലോ ഫേസിന്റെ കേബിൾ പോയിട്ടുള്ളത് കാണാം. ഇപ്പർ സൈഡിലായിട്ട് ബ്ലൂ ഫേസിന്റെ കേബിൾ പോയിട്ടുള്ളത് കാണാം. അപ്പോൾ CTയുടെ കണക്ഷൻസ് വരുന്ന ടെർമിനൽസ് ആണ് ഈ കാണുന്ന രണ്ടെണ്ണം. ഇനി CTയുടെ റേഞ്ച് നമുക്ക് നോക്കാം. CTയുടെ റേഷ്യോ വരുന്നത് 100/5 ആണ് എന്നുള്ളത് കണ്ടേക്ക്. 3 കോയിലും 100/5 ആണ് CT റേഷ്യോ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ടെർമിനൽസ് കണക്ഷനിലേക്ക് വരുമ്പോൾ ബ്ലൂ കേബിളിൽ വന്നിട്ടുള്ളത് AB1, നമ്മൾ നേരത്തെ കാണിച്ച AB1 AB2. യെല്ലോ ഫേസിലേക്ക് വരുമ്പോൾ AY1 AY2. ഇപ്പോഴത്തെ R ഫേസിലേക്ക് വരുമ്പോൾ AR1 AR2 എന്നിങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഈ ടെർമിനൽസ് എന്നുള്ള കണക്ഷനാണ്, ഈ 2 ടെർമിനൽസ് എന്നുള്ള കണക്ഷനാണ് നേരെ നമ്മുടെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ മറ്റ് 2 ഫേസുകളുടെയും കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ മീറ്ററിൽ എത്ര ആംപിയർ ഇവിടെ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൃത്യമായ റീഡിംഗ് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ പമ്പ് ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. പമ്പ് ഓൺ ചെയ്യുമ്പോൾ അതവിടെ റീഡിംഗ് മാറുന്നത് നിങ്ങൾ നോക്കുക. 0.41, അതേപോലെ തന്നെ 0.40, 0.412 എന്നിങ്ങനെയാണ്. ഇത് 3 ഫേസിന്റെ പമ്പാണ്. ആ 3 ഫേസിലുള്ള ആംബിയർ റേറ്റിംഗ് ആണ് നിലവിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പമ്പിന്റെ റേറ്റിംഗ് അനുസരിച്ചിട്ടുള്ള ആംബിയർ റേറ്റിംഗ് അല്ല ഇവിടെ കാണിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ CT റേഷ്യോയിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനമാണ് ആ ഒരു പ്രശ്നം കാണിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ എൽമെഷറിന്റെ സിസ്റ്റത്തിൽ, അതായത് ഈ മൾട്ടി ഫംഗ്ഷൻ മീറ്ററിൽ പ്രധാനമായിട്ട് സെറ്റ് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ, നമുക്കിത് ഓൺ ആക്കാനായിട്ട്, ഇതിന്റെ സെറ്റിങ്ങിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ബട്ടണും അതേപോലെ തന്നെ ഈ ഡൗൺ ബട്ടണും, അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിത് ഇവിടെ
ഒരു റീഡിങ് കാണിക്കും. എല്ലാവരുടെയും മീറ്ററിൽ 000 ആണ് ഇതിൻ്റെ പ്രോഗ്രാം സെറ്റിങ്ങിൻ്റെ പാസ്വേഡ്. എൽമെഷറിലേക്ക് വരുമ്പോൾ അതിൽ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡൗൺ കീ പ്രസ് ചെയ്യുക. 9, 8, 7, 6, 5, 4, 3, 2, 1. 1000 ആണ് ഇവിടുത്തെ പാസ്വേഡ് വരുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സെറ്റ് ബട്ടൺ 4 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ അപ്പുറത്തേക്ക് വരും. 2, 3, 4 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ. ഇപ്പോൾ നിലവിൽ സ്റ്റാർ കണക്റ്റഡ് എന്നുള്ള ലെവലിലാണ് ഇത് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു 4 വയർ സിസ്റ്റത്തിലാണ് നമ്മൾ വയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ 3 ഫേസും ഒരു ന്യൂട്രലും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വയറിങ് വന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാനായിട്ട് ഇവിടെ സെറ്റ് ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാറിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഡെൽറ്റയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റയിലേക്കാക്കാം. സ്റ്റാറിലേക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് സിംഗിൾ ഫേസിലേക്ക് വേണമെങ്കിൽ സിംഗിൾ ഫേസിലാക്കാം. സ്റ്റാറിലേക്ക് തന്നെ ആക്കി നമ്മൾ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് സ്റ്റാറിൽ തന്നെ വേണ്ട. ഇനി അടുത്ത മോഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ഡൗൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ PR1 എന്ന് പറയുന്ന റേഷ്യോ, അതായത് PR1 എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് റേഷ്യോ ആണ്. എത്രയിലാണ് ഈ മീറ്റർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ 415 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുന്നു. അതിപ്പോൾ സെറ്റഡ് ഓക്കെയാണ്. നമ്മൾ ഒന്നുകൂടി ഡൗൺ റിവേഴ്സ് ചെയ്യുമ്പോൾ സെക്കൻഡറി, നേരത്തെ നമ്മൾ കണ്ടത് വോൾട്ടേജ് പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ ഇത് സെക്കൻഡറി വോൾട്ടേജ്, അവിടെയും നമ്മൾ 415 ആണ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്താണ് പ്രധാനമായിട്ടുള്ള സീറ്റ് റേഷ്യോ വരുന്നത്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് റേഷ്യോ, ഇവിടെ പ്രൈമറി സീറ്റ് റേഷ്യോ 5 ആണ് കിടക്കുന്നത്. നമ്മളവിടെ എത്രയാണ് കണ്ടത് 100/5. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 100 നമുക്ക് ആക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇതിനെ നമുക്ക് 1ലേക്ക് മാറ്റണം. ഓക്കെ, 1 ആയി. ഇനി നമ്മൾ ഇപ്പുറത്ത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മോഡ് വരും. അവിടെ 0 തന്നെയാണ് നമുക്ക് വേണ്ടത്. അതും സെറ്റ് കൊടുക്കുക. അടുത്തത് സെറ്റ് കൊടുക്കുക. അടുത്തത് സെറ്റ് കൊടുക്കുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. കേട്ടോ, 1ൻ്റെ അവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയോളൂ, ഈ 10ൻ്റെ അവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഈ 10നെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റണം. ഒരു പോയിന്റ് കൂടി നോക്കി കഴിയുമ്പോൾ 1000ലേക്ക് പോയി, വീണ്ടും ഒന്നുകൂടി നോക്കി കഴിഞ്ഞപ്പോൾ 100ലേക്ക് വന്നു. നമ്മൾ സെറ്റ് കൊടുത്താൽ ആ പോയിന്റ് അവിടെ സ്റ്റക്കാവും. അപ്പോൾ സീറ്റ് റേഷ്യോ പ്രൈമറി, സീറ്റ് റേഷ്യോ 100 ആയി. ഇനി നമുക്ക് സെക്കൻഡറി സീറ്റ് റേഷ്യോ സെക്കൻഡറി ആണ് ചെയ്യേണ്ടത്. ഇത് 5 ആണ്. നമ്മൾ നേരത്തെ കണ്ടത് സീറ്റ് റേഷ്യോ 100/5 ആണ്. അപ്പോൾ 5 ആണ് ഇവിടെ കൊടുത്തുള്ളത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്ത് മാറ്റാം. ഒരു ബട്ടൺ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൻ്റെ ഡിഫോൾട്ട് സംഭവം മാറും. സേവ് വാല്യൂ S കൊടുക്കുവാണ്. നമുക്ക് ഒന്നുകൂടി ഞാനത് കാണിച്ചു തരാം. ഒരു പ്രാവശ്യം നെക്കി പോയി കഴിഞ്ഞാൽ ആ വ്യത്യാസം നമ്മളെ കാണിക്കും. നമ്മൾ ഡൗൺ ചെയ്തു, 1ലേക്ക് കൊണ്ടുവന്നു. പാസ്വേഡ് 1000 കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഓക്കെ കൊടുക്കാനായിട്ട്. ഡൗൺ ചെയ്ത് ഒരു സെക്കൻഡ് നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ വ്യത്യാസം വരും. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് നേരെ കൊണ്ടുവരേണ്ടത് 1000ലേക്കാണ്. 1000 കൊണ്ടുവന്നു, ഓക്കെ കൊടുത്തു. ഇപ്പം നിലവിൽ സ്റ്റാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പ്രൈമറി വോൾട്ടേജ് വരുന്നത് 415. അടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് 415 തന്നെ. അടുത്തത് സീറ്റ് റേഷ്യോ പ്രൈമറി 100. അതേപോലെ സീറ്റ് നമ്മൾ എത്ര ഇടുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ മാറ്റാനായിട്ട് കേട്ടോ. ഞാൻ അടുത്തായിട്ട് നോക്കുമ്പോൾ സീറ്റ് റേഷ്യോ സെക്കൻഡറി 5. ഈ സെറ്റിങ്സ് ഒക്കെ കോമൺ ആണ്. ഇത് നമ്മൾ കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് 4 വയർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. അവസാനം നമുക്ക് സേവ് എന്നുള്ള ഡീറ്റെയിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ സേവിന് S കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി വരുമ്പോൾ നമുക്ക് കൃത്യം ആംബിയർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 427 വോൾട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആംബിയർ 0 ആണ്. 50 ഹെർട്സ് ഫ്രീക്വൻസിയും വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. $8.2 ആംബിയർ ആണ് കൃത്യമായിട്ട് ഇപ്പോൾ ഉള്ള റീഡിങ് കാണിക്കുന്നത്. ഇനി നമുക്കത് 3 ഫേസിൻ്റെ റീഡിങ് എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസിലുള്ള ഓരോ ഫേസിലെയും എത്ര ആംബിയർ എടുക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും.
അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ 3 ഫേസിൽ എത്ര വോൾട്ടാണ് നിലവിലുള്ളത് എന്നുള്ള സെറ്റിംഗ് അറിയാൻ പറ്റും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിംഗിൾ ഫേസിൽ എത്ര ആംബിയർ റീഡിംഗ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വോൾട്ടേജ്, ഫ്രീക്വൻസി എന്ന റേഞ്ചുകൾ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമ്മളൊരു പമ്പ് ഓണാക്കിയിട്ടില്ല. ഞാനൊരു പമ്പ് ഇവിടെ ഓണാക്കുവാണ്. ഒരു പമ്പ് ഓണാക്കിയപ്പോൾ 8.15 ആംബിയർ കാണിച്ചു. ഇനി സെയിം ആയിട്ടുള്ള മറ്റൊരു പമ്പ് കൂടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. 16 ആംബിയർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പമ്പ് ഒന്ന് കട്ട് ഓഫ് ചെയ്ത് നോക്കാം. അവിടെ 8 ആംബിയറിൻ്റെ റീഡിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു.